ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും. ഇന്ന് ഏട്ടൻ വരുന്നുണ്ട്. ഞാൻ അപ്പോൾ ഒന്ന് കോഴിക്കോട് ടു വടകര വരെ പോവാണ് ഗായ്സ്. എന്നപ്പം അതിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണിച്ചേര്. രാവിലത്തെ നല്ല ദോശയും ചമ്മന്തി. എനിക്ക് ദോശ ചൂടാൻ ഭയങ്കര ഇഷ്ടമായിക്കൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഏറ്റെടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കാണ്ട്. ഈ മെയിനായിട്ട് ഈ ഉള്ളിയും ചെറിയുള്ളിയും നന്നാക്കുമ്പോൾ കണ്ണായിരിക്കും ഗായ്സ്. പിന്നെ അങ്ങനെ ചെമ്മീൻ, ചിക്കൻ, കൂന്തൽ അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മരം വരുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ചേച്ചി. പിന്നെ ഏട്ടന് കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചേച്ചി കൂന്തൽ ഉണ്ടാക്കി. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ഈ കൂന്തൽ. മീൻ ഐറ്റംസ് തന്നെ ഞാൻ ചുരുക്കിയേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അമ്മനോട് 1-2 വർത്താനൊക്കെ ഞാൻ അങ്ങനെ ഉള്ളി നന്നാക്കുക. ഉള്ളി നന്നാക്കുമ്പോൾ ഞാനിങ്ങനെ അമ്മൻ്റെ അടുത്ത് കണ്ണ് ഇരിക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ഉള്ളിയൊക്കെ നന്നാക്കി അമ്മനോട് ഇങ്ങനെ പറയും, ഒരു സ്പെഷ്യൽ ചിക്കൻ പൊരിക്കുമ്പോൾക്ക് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈൻ്റെ അത് പൊരിച്ച് നോക്കാമ്പോൾക്ക് അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കൊലായിലൊക്കെ പോയി നിന്ന് നോക്കും. ഇങ്ങനെ ഏട്ടൻ വരുന്നുണ്ടോ, ഏട്ടൻ വിളിച്ചിട്ട് എടുക്കുമെന്ന് ഞാൻ ഉറങ്ങിപ്പോയോ ഉള്ളൊരു പേടി. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ക്യൂട്ട്നെസ് ഒന്നും ഇല്ല, എന്നാലും വെറുതെ ക്യൂട്ട്നെസ് ഒരു പട്ടിഷോ ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ഏട്ടനെയും കാത്ത് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറേ നേരം കാത്തുനിന്ന് പിന്നെ ഏട്ടൻ പാവങ്ങാട്ട് എത്തിയ പിന്നെ വിളിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ കൊണ്ടുവരണോ ചോദിച്ചിട്ട്. അപ്പം എന്നാൽ എനിക്ക് ഐസ്ക്രീം മതിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഏട്ടനെ കാണാനില്ല. അപ്പം ഇങ്ങോട്ട് വിളിക്കുന്നു, ഓട്ടോറിക്ഷ ഒന്നുമില്ല, സൺഡേ അല്ലേ, ഓട്ടോ ഒന്നും കിട്ടാൻ. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോരി, അല്ലെങ്കിൽ ഓട്ടോ വരുന്നവരെ കാത്തു നോക്ക്, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഏട്ടൻ ഇവിടെ എത്തി. ഓട്ടോറിക്ഷയൊക്കെ കിട്ടി, ഏട്ടൻ ഇവിടെ എത്തി. ഏട്ടൻ പിന്നെ ബസ്സിലാണ് വന്നത്, വണ്ടിയിലല്ല, മഴയൊക്കെ അല്ലേ. പിന്നെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഏട്ടൻ ഞാൻ കാപ്പിയൊക്കെ കൊടുത്ത്. ഇത് കണ്ടില്ല, ഒരു ഫിലിമുണ്ട്, ആ തീരുന്നവരെ ഇങ്ങനെ തന്നെ ആയിരിക്കും, അതും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അപ്പം അങ്ങനെ അതുണ്ടാക്കുന്നിടയിൽ കൂടി ഞാൻ ഏട്ടനെ പോയി വെറുപ്പിക്കുന്നുണ്ട്. കുറേ ദിവസമായില്ലേ വെറുപ്പിച്ചിട്ട്. ഏട്ടനെ ഏറ്റവും മിസ് ചെയ്യുക കാര്യം എൻ്റെ വെറുപ്പിക്കൽ. ഇങ്ങനെ ഒരു ഏട്ടാ എന്നിട്ടിങ്ങനെ വെറുപ്പിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഏച്ചി വന്നിട്ടോ. ഏച്ചി പണിസ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചോള് പോവും. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. വിശപ്പിന് മുമ്പിൽ ആ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി, കണ്ടില്ലേ ഞാൻ പോവാ, ടാറ്റാ ബബ്ബായി പോവുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ അച്ഛനോടൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. ഏകദേശം 3 മണിയാവാൻ നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ പാവങ്ങാട് വരെ നടന്നെത്തണ്ടേ. പോകുമ്പോൾ നല്ല വിഷമമുണ്ട്. 10 ദിവസം നിന്നിട്ട് പോവില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന പോക്കിൽ മഴ ചാറുന്നുണ്ട്. ഏട്ടൻ തൊക്കൊക്കെ പറയുന്നുണ്ട്, ബസ് സ്റ്റോപ്പ് വരെ എത്തിയാൽ മതിനെ, കുട എടുക്കാൻ മടിയാവുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പാവങ്ങാട്ട് കൂടെ ഇങ്ങനെ എളുപ്പ വഴിയുണ്ട്. ഞങ്ങൾ സ്ഥിരം പോകുന്ന വഴി ഇത് തന്നെയാണ്. ഞാനും അമ്മയൊക്കെ, ഏട്ടനും കൂടെ പിന്നെ അധികം ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് വരുത്തും. സമയത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങളിങ്ങനെ ബസ് പോവുക. അങ്ങനെ പാവങ്ങാട് എത്തി. പാവങ്ങാട് നിന്ന് ബസ്സൊക്കെ കയറി. ഈ പാവങ്ങാട് നിന്ന് കിട്ടും കണ്ണൂർ ബസ്, പക്ഷേ സീറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ടൗണിൽ പോയി കയറുന്നത്. അപ്പോൾ ടൗണിൽ പോയിൻ്റെ സീറ്റ് കിട്ടുമല്ലോ. ഇത്രയും വെയിറ്റൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് നിന്ന് പോകാൻ പറ്റാത്ത ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ പാവങ്ങാട് നിന്ന് ചില സമയത്ത് ഞാൻ കയറലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു കണ്ണൂർ ബസ്സുണ്ട്, അതിൽ ഫുള്ളായിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിൽ തലശ്ശേരി ബസ് ഉണ്ടേന്. അപ്പോൾ അങ്ങനെ അതിൽ കയറി. പിന്നെ ഏച്ചി ഡയറി മിൽക്ക് തന്നിട്ടേന്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ബസ്സിൽ നിന്ന് കഴിച്ച്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴ. അപ്പോൾ ഞങ്ങൾക്ക് പൊറാട്ട അങ്ങനത്തെ നീ വാങ്ങി കൊണ്ടുപോകാൻ വിചാരിച്ച്. നീ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ വയ്യ, അങ്ങനെ എത്തിയതല്ല, അപ്പോൾ ക്ഷീണം. അപ്പോൾ ഏട്ടനിക്ക് പഴവും മുട്ടയൊക്കെ വാങ്ങാൻ അപ്പുറത്തെ പീടികയിൽ പോയി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങനെ ഓട്ടോയിലേക്ക് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയല്ല. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.